അങ്ങനെ ഗംഗേട്ടനിൽ നിന്നും നമ്മുടെ മുത്തശ്ശി അറിയാണ് അലീന വൈജയുടെയും സ്റ്റാൻലിയുടെയും മകളാണെന്നുള്ള കാര്യം. അത് വിശ്വസിക്കാൻ മുത്തശ്ശിയാണെങ്കിൽ ആകെപ്പാടെ പണിപ്പെടുന്നുണ്ട്. എന്തായാലും ബാലതന്റെ മകളല്ല സ്റ്റാൻലിയുടെ മകളാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗംഗയുടെ എന്തായാലും ആ ട്വിസ്റ്റ് പൊളിച്ചിരിക്കുകയാണ്. ഒന്നും മിണ്ടണ്ട, വായടക്കിരിക്കും നല്ലതെന്ന് മുത്തശ്ശിയോട് പറഞ്ഞിട്ടാണ് ഗംഗേട്ടൻ പോകുന്നത്. പോയതിനു ശേഷം മനു മുത്തശ്ശിയുടെ മുറിയിലേക്ക് വരാണ്. എന്താ മുത്തശ്ശി ആകെപ്പാടെ വല്ലാണ്ടിരിക്കുന്നത്? എന്നെ നിന്റെ വല്യച്ഛൻ കാണാൻ വന്നിരുന്നു. എന്നിട്ട് എന്നോടൊരു സത്യം പറഞ്ഞു, ഒരു രഹസ്യം. അത് സത്യമാണോടാ എന്ന് ചോദിക്കുമ്പം എന്ത് രഹസ്യമാ പറഞ്ഞത്? അല്ല, അലീനയുടെ അച്ഛൻ ബാലേന്ദ്രനല്ല സ്റ്റാൻലി ജോസഫ് ആണെന്ന്. അതായത് അലീന വൈജിയുടെ മകളാണോ എന്ന് ചോദിക്കാണ്. അപ്പോ അങ്കിള് പറഞ്ഞല്ലേ എന്ന് ചോദിക്കാണ്. അതേടാ, ഗംഗൻ എന്നോട് പറഞ്ഞു അലീന സ്റ്റാൻലിയുടെ മകളാണെന്ന്. ഒന്നും ആരും അറിഞ്ഞിട്ടില്ല, അതുകൊണ്ട് മിണ്ടാതിരുന്നോ, വായും പൂട്ടിയിരിക്കും നല്ലത് എന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ തവണ വന്നപ്പോഴേ എന്നോട് പറഞ്ഞിരുന്നു വൈജയന്തി ഇതുപോലെ കല്യാണത്തിന് മുമ്പ് ഒരു കുഞ്ഞുണ്ടായ കാര്യമൊക്കെ ബാലേന്ദ്രന് നന്നായിട്ട് അറിയാന്ന്. ബാലേന്ദ്രന് വന്നപ്പോൾ എന്നോടത് സൂചിപ്പിച്ചിട്ടാ പോയത്. അപ്പോൾ വൈജയുടെ മകളാണ് അലീന എന്നുള്ള കാര്യം അയാൾക്ക് അറിയാമല്ലേ? അയാളെല്ലാം അറിഞ്ഞുകൊണ്ട് മൂടി വെക്കുകയല്ലേ എന്ന് ചോദിക്കാണ്. മനു പറയുന്നുണ്ട്, അതെ അമ്മേ, അതേ മുത്തശ്ശി അറിഞ്ഞെല്ലാം സത്യമാണ്. ആ ബിജിത്ത മമ്മി എന്തിനാ വന്നേന്ന് മുത്തശ്ശിക്ക് അറിയോ? മുത്തശ്ശനെ കണ്ട് അലയുടെ കാര്യം സംസാരിക്കാനാ. അന്ന് നിങ്ങളെയെല്ലാം മുത്തശ്ശൻ പറഞ്ഞ് പറ്റിക്കായിരുന്നു. അന്ന് അലീന മരിച്ചു പോയില്ലായിരുന്നു. ശരിക്കും ആ ചോരക്കുഞ്ഞിനെ അമ്മയെ ഒന്ന് കാണിക്കുക പോലും ചെയ്യാതെ മുത്തശ്ശനാണ് ആ ക്രൂരത ചെയ്തത്. നേരെ സ്നേഹനികേതം എന്ന അനാഥാലയത്തിൽ കൊണ്ടുപോയിട്ട് ബ്രിജിത്ത മമ്മിയുടെ കയ്യിലേക്ക് ആ കുട്ടിയെ ഏൽപ്പിക്കുകയായിരുന്നു. അങ്ങനെ കുറെ പണവും കൊടുത്തു. ഇനി ഒരു കാലത്തും ഒരു കാരണം കൊണ്ടും അലീന അവിടുത്തെ കുഞ്ഞാണെന്ന് ആരും അറിയരുത് എന്നുള്ള നിർദ്ദേശവും കൊടുത്തിട്ടാണ് അവിടുന്ന് വന്നത്. എന്നാൽ 10-23 വർഷങ്ങൾക്ക് ശേഷമാണ് ആ മമ്മി മുത്തശ്ശനെ കാണാൻ വന്നത്. അലീന ഇനിയിപ്പോൾ അനാഥയായി പോകുമെന്നും ആ സ്ഥാപനം ഇല്ലാതാവാൻ പോവാണെന്നും താൻ മരിക്കാൻ പോവാണെന്നും ഒക്കെ ആ മമ്മി ഒന്ന് പറഞ്ഞപ്പോൾ കൊച്ചുമകളെ എങ്ങനെയെങ്കിലും ഈ കുടുംബത്തിലേക്ക് കയറ്റാൻ വേണ്ടിയാ മുത്തശ്ശൻ അന്ന് അത്രയും ദൂരം എന്നെയും കൂട്ടി പോയത്. അവിടെ ചെന്ന് അലീനെ കാണുകയും ഈ വീട്ടിലേക്കൊരു ഹോം നേഴ്സായിട്ട് കൊണ്ടുവരികയും ചെയ്തതെല്ലാം അതിന് കാരണമാണ്. മുത്തശ്ശന് മാത്രമേ ഈ രഹസ്യങ്ങളെല്ലാം അറിയാമായിരുന്നുള്ളൂ. അതുപോലെ തന്നെ അലീനയ്ക്കും തൻ്റെ സ്വന്തം അമ്മയാണ് വൈജി എന്നുള്ള കാര്യം അലീനയ്ക്ക് അറിയായിരുന്നു. അങ്ങനെയാണ് അലീന ഇങ്ങോട്ടേക്ക് വന്നത്. ഇവിടെ വന്ന് ഹോം നേഴ്സായിട്ട് അവൾ നിന്നതും എല്ലാവരെയും പരിചരിച്ചതും എല്ലാം സഹിച്ചതും അവളുടെ അമ്മേനെ കാണാനാ. അമ്മയോട് സത്യങ്ങൾ തുറന്നു പറയാൻ മാത്രം. മറ്റാരും ഈ സത്യങ്ങളൊന്നും അറിയാൻ പാടില്ല എന്നും അവൾക്ക് കർശനമായ നിർദ്ദേശം അവളുടെ മമ്മിയുടെ കയ്യിൽ നിന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ആരോടും ഒന്നും പറയാതിരിക്കുകയായിരുന്നു. രേവതിക്കുട്ടിക്കും അലീനയ്ക്കും മുത്തശ്ശനും അതുപോലെ ആ മമ്മിക്കും മാത്രം അറിയാവുന്ന രഹസ്യങ്ങളായിരുന്നു ഇതെല്ലാം. അങ്ങനെ ആ മമ്മി മരിച്ചുപോയി. പിന്നാലെ തന്നെ നമ്മുടെ മുത്തശ്ശന് മരിച്ചു പോയല്ലോ. അങ്ങനെ സത്യം അറിയുന്ന 2 പേര് ഈ ലോകത്തുനിന്ന് പോയി. പിന്നെ എങ്ങനെയാടാ ഇതെല്ലാം വിളിച്ചു തന്നത്? അലീനയാണോ ബാലേന്ദ്രനോട് എല്ലാം പറഞ്ഞു കൊടുത്തത്? അല്ലമ്മേ, അല്ല മുത്തശ്ശി, അങ്ങനെയൊന്നും അല്ല. രേവതിക്കുട്ടി അന്ന് മുത്തശ്ശിയുടെ ഫോണിൽ നിന്നല്ലേ അലീനയെ വിളിച്ചുകൊണ്ടിരുന്നത്. അവർ പരസ്പരം സംസാരിച്ചതും മെസ്സേജുകൾ അയച്ചുകൊണ്ടിരുന്നതും ഈ ഫോണിൽ നിന്നാ. ഒരിക്കൽ രേവതിക്കുട്ടിയാ മെസ്സേജ് അയച്ചത് അലീനയ്ക്ക്, ഇതുപോലെ വൈജ മേഡത്തിന്റെ മകളാണ് എന്നങ്ങ് പറയാനായിട്ട്. അങ്ങനെ 23 വർഷങ്ങൾക്ക് മുമ്പ് മുത്തശ്ശൻ ഉപേക്ഷിച്ച കുട്ടിയാ താനെന്ന് ചെന്ന് പറയായെന്ന് രേവതിക്കുട്ടി മുത്തശ്ശിയുടെ ഫോണിൽ നിന്നും അലീനയ്ക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. ആ മെസ്സേജ് യാദർശികമായിട്ട് ബാലനങ്ങൾ കേൾക്കുമായിരുന്നു. അതോടുകൂടി ബാലനങ്ങൾ തകർന്നു പോയി. അതിന് സത്യാവസ്ഥ അറിയാൻ വേണ്ടിയിട്ട് ബാലനങ്ങൾ അന്ന് നീലഗിരിക്ക് പോയിരുന്നു. അവിടെ പോയി വല്യച്ഛനെ കണ്ട് കാര്യങ്ങളെല്ലാം സത്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. പക്ഷെ അപ്പോഴും അലീനയാണ് മകളെന്ന് ബാലനങ്ങൾ പറഞ്ഞില്ല. പക്ഷെ ഒറ്റ നോട്ടത്തിൽ തന്നെ വെള്ളിച്ചിന്റെ കാര്യം മനസ്സിലായി, അലീന വൈജയാനിയുടെ മകളാണെന്ന്. അങ്ങനെയാണ് പിന്നെ തട്ടിക്കൊണ്ടുപോകൽ നാടകത്തിന്റെ സമയത്താണ് കൊച്ചച്ഛനും എൻ്റെ അച്ഛനും ഒക്കെ ഈ സത്യങ്ങൾ മനസ്സിലാക്കുന്നത്. വെള്ളിച്ചന വന്നിട്ട് അവരോടെല്ലാം സത്യം പറഞ്ഞത്. അതുപോലെ തന്നെ ഒരു പ്രാവശ്യം വീട്ടില് ഭയങ്കര പ്രശ്നം ബഹളമൊക്കെ ഉണ്ടായപ്പോൾ കടപ്പാട്ടൂര് വലിയ ബഹളമൊക്കെ ആയി.
ബാലനങ്ങളുടെ മകളാണെന്നൊക്കെ പറഞ്ഞ സമയത്താ അങ്കിളിനോട് ഞാൻ പോയി ചൂടായപ്പോഴാ അങ്കിൾ എന്നോട് സത്യം പറഞ്ഞത് അത് വൈജയുടെ മകളാണെന്നുള്ള കാര്യം. അതുപോലെ തന്നെ അന്ന് എല്ലാവരും കൂടി വീട്ടിൽ നിന്ന് അടിച്ചിറക്കി വിട്ടില്ലേ? അലീന അങ്ങോട്ട് പോയപ്പോൾ കൃഷ്ണമോളെയും കൂടി അങ്കിളെ കൊണ്ടുപോയിരുന്നു. കൃഷ്ണമോളോടും അങ്കിള് സത്യം തുറന്നു പറഞ്ഞു. അങ്ങനെയാ ഇത്രയും പേരിലേക്ക് ഈ വാർത്ത വന്നത്. അല്ലാതെ ഒരിക്കലും അലീന ആരോടും പറഞ്ഞിട്ടില്ല മുത്തശ്ശി എന്ന് പറയാണ്. എങ്കിലും എടാ, ഇതിപ്പോ എല്ലാരും അറിഞ്ഞു വരികയല്ലേ? ഇനി പറയാനുള്ളത് ആരൊക്കെയാ? വൈജയും അവളുടെ 2 മക്കളും പിന്നെ ഇവിടുത്തെ കമലയും. ബാക്കി എല്ലാരും സത്യം അറിഞ്ഞില്ലടാ എന്ന് ചോദിക്കാണ്. ഇനി ഇവര് മാത്രമാണ് അമ്മേ അറിയാതിരിക്കേണ്ടത്. അതാ അത്യാവശ്യം. കാരണം ഇനി ബാലനങ്ങളുടെ ഒറ്റ ഡിമാൻഡേ ഉള്ളൂ. വൈജ ഈ സത്യങ്ങള് ഒരിക്കലും അറിയരുത്. എങ്ങാനും വൈജ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ, അലീന ആനയുടെ മകളാണെന്ന് അറിഞ്ഞാൽ ആ നിമിഷം തന്നെ ഡിവോഴ്സ് ചെയ്യുന്ന അങ്കിള് പറഞ്ഞിരിക്കുന്നത്. ഡിവോഴ്സുമായിട്ട് ആന്റി എങ്ങാനും മുമ്പോട്ട് പോവുകയാണെങ്കിൽ കോടതിയിൽ വെച്ച് സത്യങ്ങളെല്ലാം വിളിച്ചുപോയി പറയുമെന്നും അങ്കിള് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞങ്ങൾ ആരും തന്നെ ആന്റിയോട് ആ കാര്യം പറയില്ല എന്ന് തീരുമാനിച്ചിരിക്കാം. താൻ സ്വന്തം മകളാണെന്ന് അമ്മ അറിയണമെന്ന് കരുതിയാ ആ പാവം ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, അത് മാത്രത്തിനുള്ള യോഗമൊന്നും അവക്കില്ല എന്ന് പറയുന്നുണ്ട്. അല്ല മുത്തശ്ശി, ഇപ്പൊ എനിക്ക് അവളെ കെട്ടാനുള്ള യോഗ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പം തലയും കുനിച്ചിരിക്കുകയാണ് മുത്തശ്ശി. അല്ല, മുത്തശ്ശിയാണല്ലോ പറഞ്ഞത് നല്ല തറവാട്ടില്. അല്ല, മുത്തശ്ശിയല്ലേ പറഞ്ഞത് അവള് ഏതോ വഴിപഴിച്ചുണ്ടായതാണ്, ബാലനന്റെ മകളാണെന്നൊക്കെ പുറത്ത് പറയാൻ കൊള്ളുവോ? അവള് വേലക്കാരിയല്ലേ എന്നൊക്കെ മുമ്പ് പറഞ്ഞിരുന്നല്ലോ. ഇപ്പൊ എന്ത് പറയുന്നു? സ്വന്തം മകളുടെ കുട്ടിയല്ലേ. അപ്പൊ എനിക്ക് വിവാഹം കഴിക്കാൻ കൊള്ളാവോ മുത്തശ്ശി എന്ന് ചോദിക്കുമ്പം, എടാ ഇതിനൊക്കെ ഞാൻ എന്ത് പറയാനാ? എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല, ഒന്നും തല കയറുന്നില്ല. മൊത്തത്തില് എല്ലാം കൂടെ ഒരു ശൂന്യത പോലെ. എൻ്റെ ഈശ്വര, എൻ്റെ വൈജയുടെ ജീവിതം ഇനി എന്തായി തീരും എന്ന് പറയുമ്പോ, വൈജയുടെ ജീവിതം മുത്തശ്ശിക്ക് അത് മാത്രം മതിയോ? ആ അങ്കിളിന്റെ ജീവിതമോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആ അങ്കിൾ എന്ത് പിഴച്ചിട്ടാ? പാവം അങ്കിള് വൈജാനിനെ ഒരുപാട് സ്നേഹിച്ചു. ആ ഒരു തെറ്റല്ലേ അങ്കിള് ചെയ്തുള്ളൂ എന്ന് ചോദിക്കാണ്. കുടുംബത്തിനും വീടിനും വേണ്ടിയിട്ട് ആ പാവം രാപ്പകലില്ലാതെ കഷ്ടപ്പെടുകയല്ലായിരുന്നോ? എന്തോരം സ്വത്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അമ്മയുടെ മകൾക്കും കൊച്ചുമക്കൾക്കും വേണ്ടിയിട്ട്. ആ പാവം ഇന്നേ വരെ വൈജാന്റിനെ എതിർത്ത് ഒരു വാക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നോ? തന്നെ ചതിക്കാണെന്ന് മനസ്സിലായപ്പോഴല്ലേ ഇത്രയും ദേഷ്യമൊക്കെ കാണിച്ചത്? മുത്തശ്ശി പറ, ബാലങ്ങളുടെ ഭാഗത്ത് എന്താ തെറ്റുള്ളത്? എല്ലാം കാണിച്ചു കൂട്ടി വെച്ചത് മുത്തശ്ശിയുടെ മോളല്ലേ? എന്തൊക്കെ തോന്നിയാസാ കാണിച്ചിരുന്നേ? വഴിപേടിച്ച് നടന്നിട്ട് ഇപ്പൊ ബാലങ്ങളുടെ മെക്കിട്ട് കയറിക്കൊണ്ട് നടക്കുക. ബാലങ്ങളുടെ അവിഹിതമാണെങ്കിലും അവിഹിത സന്തതിയാണെങ്കിലും ആന്റിക്കത് പറയാനുള്ള എന്ത് യോഗ്യതയാ ഉള്ളത് എന്ന് ചോദിക്കുകയാണ്. എങ്കിലും എന്റെടാ, ഇതൊന്നും എനിക്ക് കേറിട്ടങ്ങ് സഹിക്കാനാവുന്നില്ല എന്ന് പറയുന്നുണ്ട്. ആ, എന്തായാലും ഞാൻ നാളെ എറണാകുളത്തേക്ക് പോവാം മുത്തശ്ശി. കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട്, അതൊക്കെ പോയി തീർത്തിട്ട് 2 ദിവസം കഴിയുമ്പം ഞാനിങ്ങ് വരാം എന്ന് പറയുമ്പം, എടാ എനിക്ക് അലീനെ ഒന്ന് കാണണം. അവസാനമായി കണ്ടപ്പോഴും ഞാൻ നല്ല രീതിക്കല്ല അവളോട് സംസാരിച്ചത്. എൻ്റെ മകളുടെ ജീവൻ നശിപ്പിക്കാൻ വന്നവളാണെന്നും പറഞ്ഞുകൊണ്ട് അവളോട് ഞാൻ കയറിവെച്ചാ സംസാരിച്ചത്. പാവം എന്നെ നോക്കിയതെല്ലാം സ്വന്തം മുത്തശ്ശിയെ പോലെ കണ്ടായിരുന്നല്ലേ? എന്നോട് അവൾ കാണിച്ച വാത്സല്യമെല്ലാം സ്വന്തം മുത്തശ്ശിക്ക് കൊടുത്ത വാത്സല്യമായിരുന്നെന്ന് ഞാൻ തിരിച്ചറിയാതെ പോയല്ലോടാ. അതുകൊണ്ട് നീ എന്നെ അങ്ങോട്ടൊന്ന് കൊണ്ടുപോ. എനിക്ക് അലീനേനെ ഒന്ന് കാണാം. ദേ മുത്തശ്ശി, അവിടെ പോയിട്ട് വൈജാനിയൊന്നും സത്യം അറിയാൻ പാടില്ല. ഇല്ലടാ, ഞാൻ ആരും അറിയിക്കില്ല. നീ എങ്ങനെയെങ്കിലും അങ്ങോട്ട് എന്നെ ഒന്ന് കൊണ്ടുപോടാ എന്ന് പറയുന്നുണ്ട്. ശരി ശരി, ഞാൻ കൊണ്ടുപോകാം. എറണാകുളത്ത് നിന്ന് തിരികെ വരുമ്പോൾ എന്നെ കൊണ്ടുവന്നാ മതി. അതെന്താ, കുറച്ചു ദിവസം കൂടി അവിടെ നിന്നൂടെ? അല്ല, ബാലൻ തന്നെ ഈ സത്യങ്ങളെല്ലാം അറിയാമല്ലോ. അവനിപ്പോൾ എന്നെ പണ്ടത്തെ പോലല്ല കാണുന്നേ. ഞാനും കൂടി നിന്നല്ലേ അവനെ ചതിച്ചത്. അതിൻ്റെ ഒരു കെറിവ് അവൻ എന്നോടുണ്ടടാ. അതുകൊണ്ട് അവിടെ പോയി നിൽക്കാൻ ഒരു മടി എന്ന് പറയാണ്. എങ്കിലേ എല്ലാം എടുത്തു വെക്കാം എന്ന് പറഞ്ഞ് മനു തന്നെ മുത്തശ്ശിയുടെ സാധനങ്ങളെല്ലാം എടുത്തൊരു ബാഗിലാക്കുന്നുണ്ട്. അങ്ങനെ കയ്യെ പിടിച്ച് ഇറക്കിക്കൊണ്ട് വരുമ്പം കമല ചോദിക്കുകയാണ്, അല്ല എങ്ങോട്ടാ 2 പേരോടി? മുത്തശ്ശിക്ക് കടപ്പാട്ടിൽ പോയി 2 ദിവസം നിൽക്കണമെന്ന് പറഞ്ഞു. വൈജയാണ്ടി ഹോസ്പിറ്റലിൽ നിന്ന് പിന്നെ കണ്ടിട്ടില്ലല്ലോ. മോളെ ഒന്ന് കണ്ട് 2 ദിവസം അവിടെ നിൽക്കട്ടെ. ആ, എത്ര ദിവസം നിന്നാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അതെനിക്കറിയാമേ. അമ്മേനെയും അവസാന കാലത്തെ ഞാൻ ഇങ്ങനെ തന്നെ പറയും. എങ്ങോട്ടേലും ഇറക്കി വിടട്ടെ, ഞാനും സെയിം ഡയലോഗ് പറയും എന്ന് പറയുമ്പം എടാ എന്ന് വിളിക്കുകയാണ്. എന്താ അമ്മ ഇപ്പോൾ അത് തന്നെയല്ലേ ചെയ്യുന്നത്? ഞാനും അത് തന്നെ ചെയ്യും എന്ന് മനു പറയുമ്പം കമല ഒന്നും മിണ്ടാതെ നിൽക്കുകയാണേ. അങ്ങനെ മുത്തശ്ശിയും കൊണ്ട് വണ്ടിയിൽ കയറിയിട്ട് 2 പേരും കൂടി കടപ്പാടൂർ ചെല്ലുന്നുണ്ട്.
അങ്ങനെ അവിടെ ചെന്നതിന് ശേഷം ബെല്ലടിക്കുമ്പം അലീന വന്ന് വാതിലുറക്കാണ്. മുത്തശ്ശി എന്ന് പറഞ്ഞുകൊണ്ട് ഓടിയൊന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. ബാഗ് മേടിക്കാണ്. എന്തായാലും മുത്തശ്ശിക്ക് വരാൻ തോന്നിയല്ലോ. എത്ര നാളായി വന്നിട്ട്. ഞാൻ നോയിക്കോളാന്ന് പറഞ്ഞല്ലേ, പിന്നെ എന്തിനാ ഇങ്ങോട്ട് വരാതിരിക്കുന്നേ എന്ന് പറയുമ്പം ഒന്നുമില്ല മോളെ എന്ന് പറയാണ്. അങ്ങനെ അലീന പിടിച്ചുകൊണ്ട് അകത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഈ സമയം ബാലേന്ദ്രൻ കടയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് താഴേക്ക് സ്റ്റെപ്പ് ഇറങ്ങി വരികയാണേ. മുത്തശ്ശിയെ കാണുമ്പോൾ മുത്തശ്ശി അവിടെ നിന്ന് സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. അങ്ങനെ ബാലൻ ഇറങ്ങി വന്നിട്ട് ആഹാ അമ്മയോ, എന്താ പെട്ടെന്ന് ഇങ്ങ് വന്നേ എന്ന് ചോദിക്കുമ്പം ഒന്നുമില്ല, വൈദ്യ ഹോസ്പിറ്റലിൽ നിന്ന് വന്നതല്ലേ, അവളെന്ന് കണ്ടുകൂടിയില്ല. പിന്നെ മക്കളെല്ലാം കണ്ടിട്ടും കുറച്ച് ദിവസമായി. മനു ഇന്ന് എറണാകുളത്തേക്ക് പോവാ, അവൻ 2 ദിവസം കഴിയുമ്പോഴേ വരുള്ളൂ. അതുവരെ ഇവിടെ നിൽക്കാന്ന് കരുതി. അവിടെ ആരും സംസാരിക്കാനും ഒന്നുമില്ലല്ലോ എന്ന് പറയുമ്പം അല്ല മരുമോൾ അവിടെ പോയി, അവിടുന്ന് സ്ഥലം ഒഴിഞ്ഞു പോയോ? അവൾ ഉള്ളതും ഇല്ലാത്തതെല്ലാം കണക്കാ. എന്നോടങ്ങനെ മിണ്ടാറൊന്നുമില്ല. ഞാൻ ആ മുറിയിൽ ഒറ്റയ്ക്കിങ്ങനെ ഇരിക്കുക എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശരി അകത്തേക്ക് ചെല്ല്, ഞാനേ കടയിലേക്ക് പോവാം. എടാ മനു എന്തുണ്ടാ വിശേഷം എന്ന് ചോദിക്കുമ്പം പ്രത്യേകിച്ചൊന്നും ഇല്ലങ്ങളെ, ഞാനിന്ന് എറണാകുളത്തേക്ക് പോവാ. 2-3 ദിവസം കഴിയുമ്പോഴേ തിരിച്ചു വരുള്ളൂ. അപ്പം മുത്തശ്ശിയെ വിളിച്ചോളാം. അങ്ങനെ ഇപ്പോൾ ധൃതിക്ക് കൊണ്ടുണ്ട കാര്യമൊന്നും ഇല്ലല്ലോ, ഇവിടെ കുറച്ചാൾ നിൽക്കട്ടെ, മോളും വന്നതല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഞങ്ങളിന്ന് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ടേ. ഈ സമയം മനു പറയുന്നുണ്ട്, കണ്ടോ മുത്തശ്ശി, മുത്തശ്ശിയിലെ പറഞ്ഞത് അങ്കിളിനെന്താ കെറിവാണെന്ന്. ഒരു കെറിവും ഇല്ല. പിന്നെ എല്ലാ മനുഷ്യനും കാണുന്ന പോലെ ചെറിയൊരു മനപ്രയാസം ഉള്ളിൽ കാണും, അതങ്ങ് തെറ്റിദ്ധരിക്കണ്ട, അങ്ങനെ ഇരുന്നോട്ടെ എന്ന് പറയാണ്. സെറ്റിയിലേക്ക് മുത്തശ്ശിയെ കൊണ്ട് പിടിച്ചിരുത്താണ് അലീന. മുത്തശ്ശി ഞാൻ ചായ എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞ് അകത്തേക്ക് പോകുന്നുണ്ട്. വൈജയനെ ഒന്ന് വിളിച്ചിടാൻ മനു, ഒന്ന് ഇറങ്ങി വരാൻ പറ എന്ന് പറയുമ്പം ആ ഡോർ തുറക്കണമെങ്കിലേ വലിയ പാടാ മുത്തശ്ശി. തുറന്നുടനെ ഗർജിക്കുന്ന ഒരു സിംഹ പുറത്തേക്ക് ചാടുന്നത്. എങ്കിലും സ്വന്തം മകള് ഇത്ര അരയിലുണ്ടായിട്ട് അവൾ അറിയുന്നില്ലല്ലോടാ, എന്നൊരു കഷ്ടമാടായത് എന്ന് പറയുമ്പം പയ്യെ പറ മുത്തശ്ശി, അവരാരും കേട്ടാ വലിയ വിഷയമാകും. മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് ഓടി വന്ന് നമ്മുടെ കൃഷ്ണമോളൊന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട്. എത്ര നാളെ കണ്ടിട്ട് എന്ന് പറയുമ്പം നിനക്ക് അങ്ങോട്ടേക്ക് വന്നൂടെ എന്നെ ഒന്ന് കാണാൻ എന്ന് ചോദിക്കാണ്. എക്സാം ആയിരുന്നു മുത്തശ്ശി, ഇപ്പോഴാ കഴിഞ്ഞത്, ഇപ്പോഴും ഞാനൊന്ന് സമാധാനിട്ടിരിക്കുന്നേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആൻറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മനു പോയിട്ട് ഡോറ് മുട്ടുന്നുണ്ട്. കഥ തുറന്ന് ആഹാ നീയാണോ, കയറി വാ എന്ന് പറയുമ്പം അല്ല മുത്തശ്ശി വന്നിട്ടുണ്ട്, ഞാൻ മുത്തശ്ശിയെ കൊണ്ട് വന്നതാ എന്ന് പറയുമ്പോഴേക്കും വൈദ്യ ഡോറ് തുറന്ന് മുത്തശ്ശിയെ നോക്കാണ്. അങ്ങനെ പതിയെ ഞൊണ്ടി മുത്തശ്ശിരക്കിലേക്ക് പോയി ഇരിക്കുന്നുണ്ട്. വൈജയ് നിനക്ക് എങ്ങനെയുണ്ട്? നിന്നെ ഒന്ന് കാണുമെന്ന് കൊതിച്ച് കിടക്കുകയായിരുന്നു ഞാൻ. 1.5 മാസം ആയില്ലേ നിന്നെ ഒന്ന് കണ്ടിട്ട്. എല്ലാവരോടും ഞാൻ പറഞ്ഞതാ എന്നെയും കൂടി ഒന്ന് കൊണ്ടുവരാനായിട്ട്. പിന്നെ ഈ അവസ്ഥയിൽ എനിക്ക് വരാൻ വയ്യായിരുന്നു. ഇത്രയും ദിവസമായാലും വന്നിട്ട് നിനക്കൊന്ന് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പം പിന്നെ വരാൻ പറ്റിയ സാഹചര്യത്തിലല്ലേ ഞാൻ. എന്നെ തന്നെ ഇവിടെ ആര് പിടിക്കുന്ന പോലത്ത് ഞാൻ ഇരിക്കുമ്പോഴാ അങ്ങോട്ടേക്ക് എഴുന്നള്ളാൻ പോകുന്നത് എന്ന് പറയുന്നുണ്ട്. മനു പറയാണ് എങ്കിലാ മുത്തശ്ശി ഞാനെങ്കിൽ പോട്ടെ. അപ്പോഴേക്കും അകത്തുനിന്ന് അലീന മനുവേട്ടാ പോവല്ലേ, ചായ റെഡിയാക്കുക എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും മനു അടുക്കളയിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. കണ്ടോ പോവാൻ പോയനെ സിഗ്നൽ കൊടുത്തവൾ വിളിച്ചു കയറ്റുന്ന കണ്ടോ, നാണം കെട്ടവള്. അവൾ ഇങ്ങനെയാ എല്ലാ ആണുങ്ങളെയും വശീകരിക്കാൻ അവൾ മിടിക്കുക. മനു ഇപ്പോൾ അവളെ കെട്ടണമെന്ന് പറഞ്ഞ് നടക്കുകയാണല്ലോ എന്ന് പറയുമ്പം മുത്തശ്ശി പറയാണ് അലീന നല്ല കുട്ടിയാ, ദയവ് ചെയ്ത് നീ അവളെക്കുറിച്ച് ഇങ്ങനെ മോശമൊന്നും പറയരുത്. അവൾ അങ്ങനെ ആണുങ്ങളെ വലവശി പിടിക്കുന്നവളൊന്നും അല്ല. എന്നെ എന്തുമാത്രം കയറിയത് പൊന്നുപോലെ നോക്കിയതാ. ഓ അപ്പം അമ്മയും അവളുടെ ഭാഗത്താണോ? എൻ്റെ മക്കളും എൻ്റെ ഭർത്താവും എൻ്റെ സഹോദരങ്ങളും ദേ ഇപ്പോൾ പോയവനും എല്ലാവരും അവളുടെ തുണിത്തുമ്പേല. ഇപ്പോൾ അമ്മയും കൂടി അങ്ങനെ ആയോ എന്ന് ചോദിക്കുകയാണ്. അത് പിന്നെ അവളുടെ ഭാഗത്ത് അങ്ങനെ തെറ്റൊന്നും ഇല്ലല്ലോ. നീ വിചാരിക്കുന്ന പോലെ ബാലനന്റെ അവിഹിതമൊന്നും അല്ലല്ലോ അവള്, അയാളുടെ മകളല്ലേ. പിന്നെ നീ എന്തിനത്തേക്ക് ദേഷ്യപ്പെടുന്നേ എന്ന് ചോദിക്കാണ്. ഓഹോ അപ്പോൾ ദേഷ്യപ്പെടാനുള്ള കാരണങ്ങളൊന്നും ഇല്ലേ? അങ്ങനെ അടുക്കളയിലേക്ക് ചെന്ന് മനു പറയുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി പറയാനാണ് ഞാൻ വന്നത്. എന്താ? വഴിയെ അറിയും. മുത്തശ്ശിയെ വലിയൊരു സർപ്രൈസും കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നേ. സർപ്രൈസോ? അതൊക്കെ മുത്തശ്ശി പറയും. ചായ ഇങ്ങിതാ അവർ കൊണ്ട് കൊടുത്തേക്ക് എന്ന് പറയാണ്. മനു അങ്ങനെ ചായ മേടിച്ച് കുടിക്കുന്നുണ്ട്. അലീന മുത്തശ്ശിക്കും വൈജിക്കും ഉള്ളത് കൊണ്ടവിടെ വെക്കാണ്. എനിക്കൊന്നും വേണ്ട നിന്റെ ചായ എന്ന് പറയുമ്പം വേണമെങ്കിൽ അവിടെ വെച്ചാൽ മതി, കൃഷ്ണമോളെ നീ എടുത്ത് കുടിച്ചോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനുവിനടുത്തേക്ക് പോവാണ്. എന്താ മനുവിന്റെ സർപ്രൈസ് ഒന്ന് പറ.
അത് ഞാൻ പറഞ്ഞല്ലോ, മുത്തശ്ശി ഒരു സർപ്രൈസും കൊണ്ടാ വരുന്നത്. അതാണ് ഞാൻ പറഞ്ഞ സർപ്രൈസ്. ഇനി അതെ മുത്തശ്ശി എന്താന്ന്. മുത്തശ്ശിയുടെ കുറച്ച് ദിവസം കാണൂ. 2-3 ദിവസം കാണും. കുറച്ച് ദിവസം കൂടി നിൽക്കാൻ പറയാറുന്നില്ലേ? ഇനിയിപ്പോ വൈജി മേഡത്തിന് ഇഷ്ടപ്പെടുമോ എന്നാ കണ്ടറിയേണ്ടത്. അതിനെന്താ, അവരമ്മയും മോളും അല്ലേ. അമ്മയും മോളും ആണെങ്കിലും കീരിയും പാമ്പുവാ. വൈജി ആന്റിക്ക് ഒരു തുള്ളി പോലും അലിവും മനസാക്ഷിയില്ല. സ്നേഹത്തോടെ പെരുമാറത്തുമില്ല. ഉള്ളിൽ സ്നേഹം വെച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അത് പുറത്ത് പ്രകടിപ്പിച്ചാലല്ലേ മറ്റാൾക്കത് അറിയുള്ളൂ എന്ന് ചോദിക്കാണ്. മനുവേട്ടൻ എറണാകുളത്തേക്ക് പോവാണോ? അതെ, ഞാനിന്ന് പോകും. 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു വരാം എന്ന് പറയുന്നുണ്ട്. ശരി മനുവേട്ട എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ മനു പുറത്തേക്ക് വന്നിട്ട് രണ്ടുപേരുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണയോടും പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. ബബിത കോളേജിലേക്ക് പോയിട്ടോ രോഹിത് ഈ സമയം കിടക്കായിരിക്കും. അങ്ങനെ കൃഷ്ണ പറയുന്നുണ്ട്, മുത്തശ്ശിയുടെ മുറിയിലേക്ക് ആക്കാം കിടന്നോന്നും പറഞ്ഞുകൊണ്ട് മുറിയിലേക്ക് കൊണ്ടാക്കുന്നുണ്ട്. വൈജ തിരികെ പോകാൻ പോകുമ്പം വൈജ അവിടെ നിൽക്ക്, എനിക്കിവിടെ സംസാരിക്കണം എന്ന് പറയാണ്. അങ്ങനെ വൈജ പോയി മുത്തശ്ശിയുടെ അരികിലേക്ക് ഇരിക്കുന്നുണ്ട്. എന്താ എന്നോട് അമ്മയ്ക്ക് പറയാനുള്ളത്? ആലീന പുരാണമാണോ എന്ന് പറയുമ്പം അതൊന്നും അല്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ, കല്യാണത്തിന് മുമ്പ് നിനക്കൊരു കുട്ടി ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോഴേക്കും അവൾ ഞെട്ടി ചോദിക്കുകയാണ്, അതെന്താ അമ്മയ്ക്ക് അറിയാത്ത പോലെ ചോദിക്കുന്നത്? അന്നങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. അത് അമ്മയ്ക്കും എല്ലാവർക്കും അറിയാമല്ലോ. ആണല്ലോ, അപ്പം നിനക്കെങ്ങാണ് തെറ്റുപറ്റിയെന്ന് നിനക്കറിയാലോ. കല്യാണത്തിന് മുമ്പ് നീ ഒരു കുഞ്ഞിനെ പിഴച്ചു പറ്റോളാം. ആ കാര്യം നീ മറക്കണ്ട. ബാലേന്ദ്രന് സംഭവിച്ചിരിക്കുന്നത് അതേ തെറ്റ് തന്നെയാ. അതുകൊണ്ട് നീ കൂടുതൽ പതിവ്രതയാവാനും ചമയം നിൽക്കണ്ട. എങ്ങാനും ബാലേന്ദ്രന് ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞാൽ നീ അവൻ്റെ മുമ്പിൽ കളിച്ചുള്ള നാടകമായിരുന്നെന്ന് അവന് മനസ്സിലാവില്ലേ? ഈ നാട്ടുകാർ മൊത്തം സത്യം അറിയില്ലേ? നീ ഇതിനു മുമ്പ് ഒരു കൊച്ചിനെ പ്രസവിച്ചതാണെന്ന് നിന്റെ മക്കൾ അറിയില്ലേ? അത് കഴിയുമ്പോൾ അവസ്ഥ എന്തായിരിക്കുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പോഴും ഞാൻ വൈജിയ വലിയ സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് നീ ഇരിക്കുവോ എന്ന് ചോദിക്കാണ്. അമ്മേ, ഇതങ്ങനെയാണോ? എൻ്റെ കൊച്ച് അന്ന് മരിച്ചു പോയില്ലേ? അതിന് തിരികെ വരാനൊന്നും പോന്നില്ലോ. പക്ഷെ ഇതങ്ങനെയാണോ? വളർന്നു വലുതായി എന്നോളം പൊക്കത്തിൽ ഒന്ന് നിൽക്കുകയല്ലേ. പിന്നെ ഞാൻ അങ്ങനെ സഹിക്കാമേ എന്ന് ചോദിക്കാണ്. എന്തായാലും സഹിച്ചേ പറ്റുള്ളൂ വൈജേ. അത് നിന്റെ ഭർത്താവിൻ്റെ മകളാ. അങ്ങനെ നോക്കുമ്പം അത് നിന്റെ സ്വന്തം മകളല്ലേ. എൻ്റെ മകളോ? ഒരിക്കലും ഇല്ല. എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വേണ്ടി കയറി വന്ന സന്താനം അവളെ ഒരിക്കലും ഞാൻ എൻ്റെ മകളായിട്ട് അംഗീകരിക്കത്തുമില്ല. മരിച്ചാലും ഞാൻ അംഗീകരിക്കില്ല എന്നൊക്കെ പറയുമ്പം വൈജയ് വാക്കുകളൊക്കെ സൂക്ഷിച്ച് പറയണം. കാരണം എല്ലാ കാലവും ഒരുപോലെ ഇരിക്കില്ല. മൂടി മറിച്ച് വെച്ച സത്യങ്ങളെല്ലാം പുറത്തു വന്നാലേ നമ്മളെല്ലാം അതിൽ വെന്ത് നീറിപ്പോവും. അതുകൊണ്ട് നീ ഇപ്പോൾ ആരോടും ഇതിനെക്കുറിച്ചൊന്നും പറയാൻ നിൽക്കണ്ട. മര്യാദയ്ക്ക് അടങ്ങി നിൽക്കാൻ നോക്ക് എന്ന് പറയുമ്പോൾ, ഓ, അമ്മയെ ഉപദേശിക്കാനാണോ ഇങ്ങോട്ടേക്ക് വന്നത്? ആരാ അമ്മയെ ഉപദേശിക്കാൻ പറഞ്ഞു വിട്ടത്? അവനാണോ മനു, അതോ എൻ്റെ ആങ്ങളമാരോ എന്ന് ചോദിക്കാണ്. ആരുമല്ല, ഞാൻ പറഞ്ഞല്ലോ. നീ നിന്റെ പാസ്റ്റ് എന്താണെന്ന് നീ ഓർത്തു നോക്കണം. അതിനുശേഷം മാത്രമേ നീ ബാലനെ കുറ്റപ്പെടുത്താവുള്ളൂ. നിങ്ങൾ രണ്ടുപേരും ഒരുപോലെ തന്നെയല്ലേ. ബാലൻ നിന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്. നിന്റെ എടുത്തിയാട്ടവും അഹങ്കാരവും കാരണമാ അവനിപ്പോൾ നിന്നെ സ്നേഹിക്കാത്തത്. അതുകൊണ്ട് നീ നന്നായാലേ അവൻ നിന്റെ പിന്നാലെ വീണ്ടും വരും. അങ്ങനെ ഇനിയിപ്പോൾ അയാൾ വരണ്ട. ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ അവൾ ഈ വീട്ടിൽ നിന്ന് പുറത്തതിന് ശേഷം മാത്രം എൻ്റെ ഭർത്താവിനെ സ്വീകരിച്ചാൽ മതി എന്നും പറഞ്ഞൊരു വൈജ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവാണേ. അങ്ങനെ എല്ലാവരും പോയതിനു ശേഷം രാത്രിയിൽ മുത്തശ്ശിയിലേക്ക് അലീന വരുന്നുണ്ട്. മുത്തശ്ശിക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല മോളെ, എനിക്കൊരു ദേഷ്യമില്ല. ദേഷ്യം ഉണ്ടായിരുന്നു, ശരിയാ. എൻ്റെ വൈജയുടെ ജീവിതം ഇങ്ങനെയൊക്കെ ആവുകയാണല്ലോ എന്നോർത്ത്. പക്ഷെ ഇപ്പം എനിക്ക് ഒരു ദേഷ്യമില്ല എന്ന് പറയുന്നുണ്ട്. അല്ല മുത്തശ്ശി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? മനുവേട്ടൻ എന്നോട് പറഞ്ഞു മുത്തശ്ശി എനിക്ക് എന്തോ സർപ്രൈസ് പറയാൻ വന്നിരിക്കുകയാണെന്ന്. എന്ത് സർപ്രൈസാ മുത്തശ്ശി എന്ന് ചോദിക്കാണ്. ഇവിടെങ്ങും ആരും ഇല്ലല്ലോ അല്ലേ? ഇല്ല, കൃഷ്ണമോള് കിടന്നു, ബബിതയും കിടന്നു, അച്ഛനും കിടന്നു, രോഹിയും ഉറങ്ങാനെ തോന്നുന്നേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്താ മുത്തശ്ശി, എന്താ കാര്യം എന്ന് ചോദിക്കാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയുന്നുണ്ട്, അത് പിന്നെ ഇന്നെന്നെ കാണാൻ ഗംഗാധരൻ വന്നിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ, എനിക്കറിയാം. എന്നിട്ട് എന്ത് പറഞ്ഞു അങ്കിള് എന്ന് ചോദിക്കാണ്. അല്ല, അങ്കിൾ എന്നോട് വലിയൊരു സത്യം പറഞ്ഞു. അത് സത്യമാണെന്നറിയാനാ ഞാൻ നിന്നെ വിളിപ്പിച്ചത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇതേ സമയം തന്നെ രോഹിയാണെങ്കിൽ റൂമിലെ വെള്ളം തീർന്നു പോയിട്ട് വെള്ളം എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് പോവായിരിക്കും. ഈ സമയമാണ് മുത്തശ്ശിയും മലിനും കൂടെ സംസാരിക്കുന്നത് അവൻ കേൾക്കുന്ന കേട്ടോ. അപ്പോൾ വൈജയുടെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി അവൻ ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ട്.
ഞാൻ അറിഞ്ഞ കാര്യമെല്ലാം സത്യമാണോ അലീന എന്ന് ചോദിക്കാണ്. എന്താ മുത്തശ്ശി, എന്താ കാര്യം എന്ന് ചോദിക്കുമ്പം, നീ എൻ്റെ മോളുടെ മോളാണോ, എൻ്റെ വയറ്റിൽ പ്രസവിച്ച കുഞ്ഞാണോ നീ എന്ന് ചോദിക്കാണ്. ഇത് കേട്ട് അലീന ഒന്ന് ഞെട്ടി എഴുന്നേക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ ഒന്നുകൊണ്ട് പൊട്ടിക്കരയാണ്. ആണോ മോളെ, ഞാൻ അറിഞ്ഞില്ല, സത്യമാണോ, നീ എൻ്റെ വയറ്റിൽ പ്രസവിച്ച മോളാണോ എന്ന് ചോദിക്കാണ്. മുത്തശ്ശീനും പറഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ മുത്തശ്ശീനെ. ഇത് കേട്ടുകൊണ്ട് അവനും ഞെട്ടിപ്പോകുന്നുണ്ടെന്ന്. മിണ്ടാതെ വാതൊക്കെ തന്നെ നിൽക്കാണ്. ഞാനാണെങ്കിൽ ബാലതിൻ്റെ മകളാണെന്ന് കരുതി ഇരിക്കുകയായിരുന്നു. നിന്നോട് അതുകൊണ്ടാ ചെറിയ കെറിവൊക്കെ കാണിച്ചത്. പക്ഷേ ഇന്ന് വന്ന് എന്നോട് ഗംഗാധരൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു. കാരണം മനുവിന് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമാണെന്നാണോ പറഞ്ഞപ്പോൾ എനിക്ക് അതിനോട് വലിയ താല്പര്യമില്ലായിരുന്നു. നീ ഏതോ അറിയാത്ത ഒരാളുടെ മകളാണല്ലോ എന്ന് കരുതിക്കൊണ്ടാ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പോൾ എൻ്റെ ആ സ്വഭാവം കണ്ടായിരിക്കും, എൻ്റെ അഹങ്കാരം കണ്ടായിരിക്കും ഗംഗാധരനോട് സത്യങ്ങളെല്ലാം വെളിപ്പെടുത്തിയത്. എൻ്റെ മോള് പിഴച്ചു പ്രസവിച്ച കുട്ടിയാ നീയെന്ന്. സത്യം പറഞ്ഞാൽ അന്ന് മോള് മരിച്ചു പോയെന്നാ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞത്. ഇന്നേ വരെ മോള് ജീവനുള്ള രഹസ്യം എനിക്കറിയില്ലായിരുന്നു. മോൾ ഇത്രയും കാലം അനാഥാലയത്തിൽ വളർന്നതല്ലേ എന്ന് ചോദിക്കുകയാണ്. എങ്കിലും എൻ്റെ മോളെ എൻ്റെ ഭർത്താവ് ചെയ്തത് കൊടും ക്രൂരത തന്നെയായി പോയി എന്ന് പറഞ്ഞുകൊണ്ട് കരയാണ്. മുത്തശ്ശിയുടെ കൈ പിടിച്ച് അവളും കരയുന്നുണ്ട്. അല്ല, ഈ കാര്യമൊക്കെ ബാലേന്ദ്രൻ അറിഞ്ഞല്ലേ, മോള് വൈദ്യുതി മകളാണെന്നുള്ള കാര്യം അറിഞ്ഞല്ലേ എന്ന് ചോദിക്കുമ്പം, അതേ മുത്തശ്ശി, ആദ്യം അറിഞ്ഞത് അച്ഛനാ, അതുവരെ ആർക്കും അറിയില്ലായിരുന്നു. അച്ഛനന്ന് രേവതിക്കുട്ടി മെസ്സേജ് അയച്ചത് കണ്ടാ സത്യങ്ങളെല്ലാം അറിഞ്ഞത്. ശേഷം നീലഗിരിക്ക് പോയിട്ട് അങ്കിളിനെ കണ്ടിട്ട് സത്യങ്ങളെല്ലാം മനസ്സിലാക്കി. അതിനുശേഷമാണ് ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കിയതും അച്ഛൻ അറ്റാക്ക് വന്നതും എല്ലാം. ഇത്രയും കാലം താൻ വിശ്വസിച്ച് കൂടി ജീവിച്ച തൻ്റെ ഭാര്യ തന്നെ ചതിക്കുകയെന്ന് മനസ്സിലാക്കിയപ്പോൾ ആ ഹൃദയം പൊട്ടിപ്പോയി മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് കരയാണ്. എന്നാൽ എല്ലാവരും ആണെങ്കിൽ, വേറെ ആരെങ്കിലും ആണെങ്കിൽ എല്ലാവരെയും കാര്യങ്ങൾ അറിയിച്ച് എന്നെ അടിച്ച് പുറത്താക്കിയേനെ. പക്ഷേ പാവച്ചൻ അതൊന്നും ചെയ്തില്ല. എന്നെ സ്വന്തം മകളെ പോലെ സ്വീകരിക്കുകയായിരുന്നു. പിന്നെ ഭാര്യയോട് കാണിച്ച എതിർപ്പ് അതാരാണെങ്കിലും കാണിക്കുമല്ലോ. തന്നെ ചതിക്കാണെന്ന് മനസ്സിലായി പിന്നെ ആരെങ്കിലും അടങ്ങിയിരിക്കോ മുത്തശ്ശി എന്ന് ചോദിക്കാണ്. മുത്തശ്ശി ആണെങ്കിലോ എൻ്റെ പൊന്നു മോളെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. ഇത്രയും കാലം നിന്നെ ഞാൻ മനസ്സിലാക്കാതെ പോയല്ലോ. 10-23 വർഷക്കാലം നീ എന്നൊരാൾ ജീവനുണ്ടെന്ന് പോലും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ മോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്നുണ്ട്. സാരല്ല മുത്തശ്ശി, ഇതൊക്കെ ഒരു നിയോഗമാണെന്ന് കരുതിയാൽ മതി. ഇങ്ങനെയൊക്കെ അറിയണമെന്നായിരിക്കും എല്ലാവരും ഈശ്വരൻ തീരുമാനം എന്ന് പറയുന്നുണ്ട്. അല്ല, കൃഷ്ണമോൾക്ക് സത്യങ്ങളെല്ലാം അറിയാമല്ലേ? അറിയാം. കൃഷ്ണമോൾക്ക് മനുവങ്കലിന് പിന്നെ അവിടുത്തെ 3 അങ്കിളുമാർക്കും കൊല്ലപ്പള്ളിയിലെ അവർക്ക് എല്ലാവർക്കും അറിയാം. രേവതിക്കുട്ടിക്കും അവിടുത്തെ ഗ്രസമ്മയ്ക്കും മാമച്ചനും എല്ലാവർക്കും അറിയാം. മറ്റാർക്കും അറിയില്ല എന്ന് പറയുന്നുണ്ട്. വൈജമയുടെ അങ്ങാണം സത്യം അറിഞ്ഞാലേ അതോടുകൂടി എല്ലാം അവസാനിക്കും. അച്ഛൻ അപ്പോൾ തന്നെ മേഡത്തിന് ഡിവോഴ്സ് ചെയ്താ പറഞ്ഞിരിക്കുന്നത്. ആ പേടിയില്ല ആരും ആൻറ്റിയോട് ഒന്നും മേഡത്തിനോടൊന്നും പറയാതിരിക്കുന്നത്. മേഡാണെങ്കിലോ ചുമ്മാ ഇരിക്കുന്ന അച്ഛൻ്റെ വായിൽ കോളിട്ട് കിള്ളുന്നൊരവസ്ഥയാ. എന്ത് പറയാനാ, ആര് പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ല. എന്തായാലും വാടക വീടെടുത്ത് പോയില്ലല്ലോ, അതുതന്നെ വലിയ ആശ്വാസം. ഞാൻ അമ്മയുടെ മകളാണെന്ന് അറിയാതെ പോലും ഇപ്പോൾ ബബിതയും രോഹിത്തും ഒക്കെ എന്നെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിലിപ്പോൾ വലിയ ആശ്വാസ. എന്നാണെങ്കിലും ഞാനിവിടുന്ന് പുറത്ത് പോവേണ്ടവളാ മുത്തശ്ശി. അമ്മ ഒരിക്കലും ഈ സത്യങ്ങൾ അറിയാൻ പാടില്ല. അതുകൊണ്ട് തന്നെ എന്നായാലും ഞാൻ പുറത്തേക്ക് പോകും ഇവിടുന്ന്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇനിയിപ്പോൾ ആരോടും സത്യങ്ങൾ തുറന്ന് പറയുന്നില്ല. ഇവിടെ ഉള്ളിടത്തോളം കാലം എല്ലാവരെയും കൂടെപ്പിറപ്പുകളുടെയും മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയൊക്കെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കുക. അത് കഴിഞ്ഞ് എങ്ങോട്ടെങ്കിലും പോകണം എന്നൊക്കെ പറയുമ്പം, ഇനി നീ ഒരിക്കലും ഇവിടം വിട്ട് എങ്ങും പോകണ്ട. നീയാ എന്നെ എഴുന്നേൽപ്പിച്ച് നടത്തിയവള്. നിന്റെ സ്നേഹവും നിന്റെ പരിചരണമാ അതിനെല്ലാം കാരണം. മോളെ ഒന്ന് കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു ഞാൻ. മനുവിനോട് പറഞ്ഞ് അങ്ങനെയാ ഒന്ന് കൊണ്ടുവന്നത്. എൻ്റെ സ്വന്തം കൊച്ചുമോളെന്നറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിന് വല്ലാത്തൊരു പെടച്ചിൽ പോലെ. മരിക്കുന്നതിന് മുമ്പെങ്കിലും എനിക്കറിയാൻ സാധിച്ചല്ലോ, എൻ്റെ മോളെന്ന് കാണാൻ സാധിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കെട്ടിപ്പിടിയും കരച്ചിലൊക്കെയാണ്. അങ്ങനെ പഴയ ഓരോ കാര്യങ്ങളും രണ്ടുപേരും പരസ്പരം ഇരുന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്റ്റാൻലി ജോസഫിൻ്റെ കാര്യമൊക്കെ അലീന ചോദിക്കുമ്പം അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ മുത്തശ്ശി പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം കേട്ടൊരു വിറയലോട് കൂടിയാണ് അവൻ വെള്ളവുമായിട്ട് സ്റ്റെയർ കയറി പോണത്.
സ്റ്റെയർ കയറി മുറിയിലേക്ക് പോയി ഡോർ അടച്ചിട്ട് ആ വെള്ളം അവിടെ വെച്ച് കുറേ കുടിക്കുകയാണ് വെള്ളം എടുത്ത്. എന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും കാലം തൻ്റെ അച്ഛനെയും അലീനയും ചേർത്ത് താൻ എന്തൊക്കെ കഥകളാ മനസ്സിലുണ്ടാക്കിയത്, എന്തൊക്കെ മോശമായിട്ട് പറഞ്ഞു. പക്ഷെ ഇപ്പം മനസ്സിലാക്കുന്നുണ്ട് അച്ഛൻ പാവമായിരുന്നെന്ന്, അച്ഛൻ നിരപരാധിയാണെന്ന്. എല്ലാത്തിനും കാരണക്കാരി അമ്മ ഒറ്റ വരുത്തിയ അമ്മയാണ് അലീനയുടെ അമ്മ. അലീനെ പഴിച്ച് പ്രസവിച്ച് കളയാൻ കൊണ്ടുപോയത് അമ്മ തന്നെയാ. മുത്തശ്ശനും അതിന് കാരണക്കാരനാ. അമ്മയും അമ്മയുടെ വീട്ടുകാരെല്ലാം കൂടി അറിഞ്ഞുകൊണ്ട് അച്ഛനെ ചതിക്കായിരുന്നു. പാവം അച്ഛൻ 23 വർഷക്കാലം ഒന്നും അറിഞ്ഞില്ല. അലീന വന്നതിന് ശേഷമാണ് അച്ഛൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കിയത്. അതുവരെ ആ പാവത്തിലെല്ലാവരും കൂടെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴെല്ലാവരും വഞ്ചിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ ആകെപ്പാടെ മനസ്സ് തകർന്നു പോകുന്നുണ്ട്. അലീന അപ്പോൾ തൻ്റെ സ്വന്തം ചേച്ചിയാണെന്നും അവൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ വൈജയോട് അവൻ വല്ലാത്ത ദേഷ്യവും അമർഷവും ഒക്കെ തോന്നുകയാണ്. എല്ലാം ചെയ്തു വെച്ചിട്ട്, എല്ലാ തോന്നിവാസവും കാണിച്ച്, എല്ലാ പണിയും ഒപ്പിച്ചു വെച്ചിട്ട് ഒന്നും ചെയ്യാത്ത പാവം അച്ഛൻ്റെ മണ്ടയ്ക്കോട്ട് കുതിര കയറുകയാണല്ലോ. അച്ഛനൊരു തെറ്റുപറ്റിയെന്ന് പറഞ്ഞുകൊണ്ട് അച്ഛനത് പറയുമ്പോൾ ഒന്നും ചെയ്യാത്തവളെ പോലെ അഭിനയിച്ചുകൊണ്ട് അച്ഛന് നിറക്ക് കുതിര കയറുകയല്ലേ. അത് ഓർത്തവന് നല്ലതായിട്ട് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അന്ന് രാത്രി മൊത്തം കൊച്ചുമകളും മുത്തശ്ശിയും കൂടി ഭയങ്കര സന്തോഷത്തിൽ കെട്ടിപ്പിടിയും അവരുടെ കാര്യങ്ങളൊക്കെ പറയുകയും സ്നേഹം പങ്കിടുകയൊക്കെ ചെയ്യാണ്. ഇതേ സമയത്ത് രോഹിത്തിൻ്റെ ഉള്ളിൽ വൈജയോടുള്ള ദേഷ്യ അമർഷവും കൂടി വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും തൻ്റെ അമ്മേനെ ഇത് അറിയിക്കണം എന്നവൻ വിചാരിക്കുകയാണ്. അമ്മയോട് 4 വർത്താനം പറയണം, അച്ഛനോട് അതിനെക്കുറിച്ച് പറഞ്ഞ് മാപ്പ് ചോദിക്കണമെന്നും അവൻ മനസ്സിൽ കരുതുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ബാക്കി സ്റ്റോറി നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. മിസ്സാതിരിക്കാൻ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പും ലൈക്കും ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.